Hello everyone, welcome to Guideline Education. Education എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ? ഇറ്റ് ഈസ് ആൻ ഇൻ്റർഡിസിപ്ലിനറി പ്രോസസ്, ഹെൽപ്പ് പീപ്പിൾ ടു ഗെയിൻ നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ, ഫോക്കസ് ഓൺ സോൾവിങ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. നിങ്ങൾക്കിത് സെപ്പറേറ്റ് പോയിൻറ്റ്സ് ആയിട്ടും എഴുതാം, അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസിലും എഴുതാം. Okay, it is an interdisciplinary process that aims at equipping people with knowledge, attitude, skills and motivation that they need to help resolve environmental issues. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എൻവയോൺമെൻറ്റൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ തരുന്നതിനോട് കൂടെ തന്നെ എന്താണ്, നോളജ് പ്ലസ് ആക്ഷനാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളുടെ ഒരു പേഴ്സണാലിറ്റി ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എയിംസ് ടു ചേഞ്ച് ബിഹേവിയർ, നോട്ട് ജസ്റ്റ് ഗീവ് ഇൻഫർമേഷൻ. നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല അല്ലേ. അതിൻ്റെ ഉപരിയായിട്ട് ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷൻസിനും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ. നമ്മൾ എൻവയോൺമെൻറ്റൽ അവെയർനെസ് നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞു അതെന്താണ്, ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഒരാൾക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ളൊരു നോളജ് കൊടുക്കുക, അത്രയേ ഉള്ളൂ എൻവയോൺമെൻറ്റൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു അവെയർനെസ് എന്തിനോട്ട് ലീഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, ബിഹേവിയറൽ ചേഞ്ചസിലോട്ട് ലീഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല അല്ലേ. ബട്ട് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രോപ്പറായിട്ടുള്ള നോളജ് കൊടുക്കുന്നുണ്ട്, പ്ലസ് ആ ഒരു നോളജ്, ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആൾക്ക് എന്ത് ഉണ്ടാക്കുന്നുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോളജ് പ്ലസ് ആക്ഷനാണ്. ഓക്കെ, അപ്പോൾ നോളജ് അക്വയർഡ് ത്രൂ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ലീഡ് ടു ചേഞ്ച് ഇൻ പീപ്പിൾ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, പീപ്പിളുടെ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് പവർ ആൻഡ് ക്രിയേറ്റിംഗ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലൂടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് പവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പവർ, ക്രിയേറ്റിംഗ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് ടു ഓൾ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെഫിനേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആണ്. Environmental education is the process of recognizing values and clarifying concepts in order to develop skills and attitude necessary to understand and appreciate the interrelatedness among man, his culture, his biophysical surroundings. It also entails practice in decision making and self-formulation of a code of behavior about problems and issues concerning environmental quality. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒരു ഡെഫിനിഷൻ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. യുനെസ്കോയുടെ ഡെഫിനിഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന എക്സാം ഹാളിൽ വെച്ചിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെഫിനിഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നോയിങ് പ്ലസ് ആക്ഷനാണ്. ഇറ്റ് പ്രൊമോട്ട് അവെയർനെസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എൻകറേജ് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആണ്. എ ലൈഫ് ലോങ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഓക്കെ, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈഫ് ലോങ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഓക്കെ, ആ ഒരു സെൻറ്റൻസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ലൈഫ് ലോങ് ആണ്, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്, അതുപോലെ എന്താണ്, ലേണിംഗ് ആൻഡ് അവെയർനെസ് ആണ് അല്ലേ. എൻവയോൺമെൻറ്റൽ അവെയർനെസ് പ്രൊവൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ടു ഗെയിൻ നോളജ്, അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ് ആൻഡ് അവെയർനെസ്. അതിൻ്റെ മെയിൻ ഫോക്കൽ ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണത് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെയും അതുപോലെ മാൻമെയ്ഡ് സറൗണ്ടിങ്സിനെയും അതിനൊരു പോസിറ്റീവ് ചേഞ്ചസ് ബ്രിങ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ മെയിൻ ഫോക്കൽ ഏരിയാസ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ അവെയർനെസ്സിനെ നോക്കുമ്പോൾ വൈഡ് സ്കോപ്പ് ഓഫ് ഇഷ്യൂസ് ആണ് അല്ലേ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു പോപ്പുലേഷൻ, പൊല്യൂഷൻ, റിസോഴ്സ് മാനേജ്മെൻറ്റ്, ടെക്നോളജി, ട്രാൻസ്പോർട്ടേഷൻ, അർബൻ ആൻഡ് റൂറൽ പ്ലാനിങ്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് പോപ്പുലേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, പൊല്യൂഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, റിസോഴ്സ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദീസ് ഫാക്ടേഴ്സ് ആർ സ്റ്റഡീഡ് ആസ് എ പാർട്ട് ഓഫ് ടോട്ടൽ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്.
പിന്നെ നെക്സ്റ്റ് വരുന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈവേഴ്സ് ലേണിംഗ് മെത്തേഡ്സ് അല്ലേ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയസ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടീച്ചിങ് അപ്രോച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹാൻഡ് ഓൺ ആക്ടിവിറ്റീസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ലേണിംഗ് ഫ്രം ആൻഡ് അബൌട്ട് ദ എൻവയോൺമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഡൈവേഴ്സ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡ്സ് നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പം എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലേണേഴ്സിന് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ സിംറ്റംസ് ആൻഡ് റിയൽ കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് ദ ലേണർ ടു ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽസ് ആൻഡ് ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, എൻകറേജ് മേക്കിംഗ് ഒബ്ജക്റ്റീവ് ഡിസിഷൻ ഈവൻ ഇഫ് ദേ ഗോ എഗെയിൻസ്റ്റ് എക്സിസ്റ്റിംഗ് ബിലീഫ് ഓർ പ്രാക്ടീസസ്. നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് അവയർനെസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു ആക്ഷനുള്ള ഒരു കോൺഫിഡൻസും കൂടെ കിട്ടുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നോർമലി ബിലീവ് ചെയ്തിരുന്ന, അതായത് ഒരുപാട് വർഷങ്ങളായി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണാണ്, ബട്ട് എനിക്കിപ്പോൾ അറിയാം അതെന്തല്ല, പ്രോപ്പറായിട്ടുള്ളൊരു കാര്യമല്ല, അതിൽ ചേഞ്ചസ് വരുത്തണം എന്നുള്ള ഒരു കാര്യം എനിക്കറിയാം അല്ലേ. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് തന്നെ പറയാം അല്ലേ. നമ്മൾ റെഗുലറായിട്ട് ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളാണ് അല്ലേ, ബട്ട് നമുക്കിപ്പോൾ അറിയാം എന്താണ് അത് കറക്റ്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഓപ്പോസായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ് ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ആൻഡ് ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. Values and attitude formation. Environmental education help to develop, modify, improve attitudes and values towards environment, leads to responsible and thoughtful behavior. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ഹെൽപ്പ് ലേണർ ടു ഡിസ്കവർ ദി സിംറ്റംസ് ആൻഡ് റിയൽ കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ആൻഡ് ദസ് ഹെൽപ്പ് ടു ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. And it is a continuous lifelong process. It begins from preschool stage and continue throughout the life. എങ്ങനെയാണ് ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ സ്റ്റേജസിലൂടെ ത്രൂ ഔട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ മാത്രമാണോ നമുക്ക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കിട്ടുന്നത്? അല്ല അല്ലേ. നമ്മുടെ ഫാമിലി സെറ്റപ്പിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമൽ ആയിട്ടുള്ള നോൺ ഫോർമൽ ആയിട്ടുള്ള സ്റ്റേജസിലൂടെയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻ്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ. ഇറ്റ് ഡസ് നോട്ട് ലിമിറ്റഡ് ടു വൺ സബ്ജക്റ്റ്. പ്രൊമോട്ട് ഹോളിസ്റ്റിക്സ് ആൻഡ് ബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയൽ വേൾഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ് എക്സ്പെരിമെൻ്റൽ, ഇൻ്റർ ഡിസിപ്ലിനറി, കണ്ടിന്യൂസ്, പ്രാക്ടിക്കൽ, വാല്യൂ ബേസ്ഡ്, ക്രിറ്റിക്കൽ തിങ്കിങ് ഓറിയൻറ്റഡ് ആൻഡ് ഹെൽപ്പ് ബിൽഡ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ത്രൂ ഇൻഫോംഡ് ചോയ്സസ് ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എസ്സേയുടെ ഒക്കെ ഒരു കൺക്ലൂഷൻ പാർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. മെയിൻലി ഫോക്കൽ ആസ്പെക്റ്റ് അല്ലേ, ഫോക്കൽ ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മെയിൻലി 6 ടൈപ്സ് ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻസ്. സെക്കൻഡ് വൺ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ആൻഡ് ഹസാർഡ്സ്. തേർഡ് വൺ ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഫോർത്ത് വൺ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ policies and programs. Fifth one environmental management and protection. Sixth one incorporation of environmental education in the school curriculum. ഇങ്ങനെ 6 പാർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം അല്ലേ. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന് ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നൊക്കെ പറയാം അല്ലേ. അതായത് നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് ലാൻഡ്, വാട്ടർ, എയർ, മിനറൽസ്, ഫോറസ്റ്റ്, ഫുഡ് ആൻഡ് എനർജി റിസോഴ്സസ്. ഇനി എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്? ലാൻഡ് റിസോഴ്സ് ഉണ്ട് അല്ലേ. ലാൻഡ് റിസോഴ്സായിട്ട് വരുന്ന മെയിൻ പ്രോബ്ലംസ് ആണ് ലാൻഡ് സ്ലൈഡ്, സോയിൽ ഇറോഷൻ, ലോസ് ഓഫ് ഫെർട്ടിലിറ്റി, ഡെസേർട്ടിഫിക്കേഷൻ ഒക്കെ അല്ലേ.
ഇനി ഫോറസ്റ്റ് റിസോഴ്സ് ഉണ്ട്. ഫോറസ്റ്റ് റിസോഴ്സായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലം എന്താ? ഡീഫോറസ്റ്റേഷൻ. വാട്ടർ റിസോഴ്സ് ഉണ്ട്. വാട്ടർ റിസോഴ്സായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, പൊല്യൂഷൻ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, സീവേജ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിസ്ചാർജ് പൊല്യൂഷൻ ഡ്യൂ ടു സീവേജ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിസ്ചാർജ്. ഇതൊക്കെയാണ് വാട്ടർ റിസോഴ്സിന് വരുന്ന പ്രോബ്ലംസ് അല്ലേ. ഇനി മിനറൽ റിസോഴ്സിൽ എന്തൊക്കെയാണ് വരിക? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ് ആണ് മിനറൽ റിസോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലം അല്ലേ. ഇനി ഫുഡ് റിസോഴ്സ് നോക്കുകയാണെങ്കിൽ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒക്കെ എമൗണ്ട് കുറയുക അല്ലേ. ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. എന്തുകൊണ്ടാണ് അത് ഡിക്രീസ് ചെയ്യുന്നത്? ഡ്യൂ ടു കൺവേർഷൻ ഓഫ് ഫാം ലാൻഡ് ഇൻ ടു അതർ ഏരിയാസ്. ഓക്കെ. പിന്നെ മോണോക്രോപ്പ് കൾച്ചർ, ഓവർ ഫിഷിങ്, അതൊക്കെ ഫുഡ് റിസോഴ്സസിൻ്റെ പ്രോബ്ലംസ് ആണ് അല്ലേ. മോണോക്രോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു സെയിം പ്ലാന്റ് തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സെയിം ക്രോപ്പ് തന്നെ നമ്മൾ ഓവർ ഒരു 7 ഇയേഴ്സോ ഒക്കെ ഒരു ലോങ് പീരീഡിന് എന്ത് ചെയ്യുക? കൾട്ടിവേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താ പ്രശ്നം? ഈ ക്രോപ്പുകൾ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടമാവും അല്ലേ. അതായത് നമ്മുടെ സോയിലിൽ നൈട്രജനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലെഗ്മിനസ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓൾട്ടർനേറ്റീവായിട്ട് പ്ലാന്റ് ചെയ്യണം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യില്ല? നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ആ ഒരു പ്രോപ്പറായിട്ടുള്ള എമൗണ്ടിൽ നിൽക്കില്ല അല്ലേ. അപ്പോൾ മോണോക്രോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു സെയിം പ്ലാന്റ് തന്നെ എന്ത് ചെയ്യുക? ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. അതോടുകൂടെ എന്ത് ചെയ്യും? ഫുഡ് റിസോഴ്സസിൽ അത് സാരമായി ബാധിക്കും അല്ലേ. ഇനി ഓവർ ഫിഷിങ്ങും എന്താണ്? ഫുഡ് റിസോഴ്സസിൽ വരുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ഇനി ലാസ്റ്റ് വൺ എനർജി റിസോഴ്സസ്. എനർജി റിസോഴ്സസിലെ മെയിൻ പ്രോബ്ലം എന്താ? ഡിപ്ലീഷൻ ഓഫ് ഫ്യൂവൽ റിസോഴ്സസ് ഡ്യൂ ടു ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ എനർജി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറൽ റിസോഴ്സസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്കതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക? നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ സേവ് ചെയ്യാൻ പറ്റും. കൺസേർവ് എനർജി അല്ലേ. എനർജി റിസോഴ്സസിനെ സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസേർവ് എനർജി, റെഡ്യൂസ് പേപ്പർ യൂസേജ്, അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്, അഡോപ്റ്റ് എക്കോ ഫ്രണ്ട്ലി ഹാബിറ്റ്. ഇത്രയും സൊല്യൂഷൻസാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഫോക്കൽ ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. ഓക്കെ. എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ ഒക്കെയാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എർത്ത് സുനാമി, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനോ എക്സ്പ്ലോഷൻ, ഫ്ലഡ്, സൈക്ലോൺസ്, ഫോറസ്റ്റ് ഫയർ, ന്യൂക്ലിയർ ആക്സിഡൻറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. തേർഡ് ഫോക്കൽ ആസ്പെക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിൽ ഇമ്പോർട്ടൻസ് ഉള്ള ചില പ്രോബ്ലംസ്, അതായത് ഗ്ലോബലി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. ഗ്ലോബൽ വാർമിംഗ് ഉണ്ട് അല്ലേ. ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഡെപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, ആസിഡ് റെയിൻ, എക്സ്റ്റിൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് വരുന്നത്. ഫോർത്ത് ഫോക്കൽ ആസ്പെക്ട്സ് ആണ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ലോസ്. ഏതൊക്കെയാണ് ലോസ് ഉള്ളത്? കൺസർവ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, ക്രിയേഷൻ ഓഫ് ജീൻ ബാങ്ക്സ്. എന്തിനാണ് ജീൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കംപ്ലീറ്റ് സ്പീഷീസ് നശിച്ചു പോവുകയാണെങ്കിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. റീപ്ലേസ് ഡിസ്പോസൽ ഐറ്റംസ് വിത്ത് റീയൂസബിൾ ഐറ്റംസ്. ദ യൂസ് ഓഫ് പേപ്പർ ഷുഡ് ബി അവോയ്ഡഡ്. സോളാർ പവർ പ്രോജക്റ്റ്. എന്തുകൊണ്ടാണ് പേപ്പർ യൂസ് ഓഫ് പേപ്പർ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്? പേപ്പർ ട്രീസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ്റെ ഒക്കെ ഒരു മെയിൻ റീസൺ എന്താണ്? പേപ്പർ ഇൻഡസ്ട്രി ഒക്കെയാണ്. അപ്പോൾ അത് പേപ്പറിൻ്റെ യൂസേജ് നമ്മൾ കുറക്കുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഫോറസ്റ്റ് റിസോഴ്സസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോളാർ പവർ പ്രോജക്റ്റ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, development of social forests, support environmental friendly practices, recycling waste to conserve natural resources. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ലോസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഫിഫ്ത്ത് ഫോക്കൽ ആസ്പെക്റ്റ് ആണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. അതിൽ സോയിൽ, വാട്ടർ, വേസ്റ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് കൺസർവേഷൻ of environment, environmental movement in India, the function of NGO in the protection of environment. ഇത്രയും പാർട്ടുകളാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന ഫോക്കൽ ആസ്പെക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത്.
ഇനി സിക്സ്ത് ആൻഡ് ലാസ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ കരിക്കുലം. എൻവയോൺമെൻറ്റൽ അവയർനെസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കിൽസും ആറ്റിറ്റ്യൂഡൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കരിക്കുലത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക, സ്കൂളിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇൻക്ലൂഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഓൾ എഡ്യൂക്കേഷണൽ ലെവൽസ്, എഫക്റ്റീവ് അപ്രോച്ചസ് ടു ടീച്ച് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, വേസ് ടു ഇൻറ്റഗ്രേറ്റ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ സബ്ജക്റ്റ്, guidelines for school level environmental education, challenges in implementation. ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ കരിക്കുലത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് നമുക്ക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച്, സെപ്പറേറ്റഡ് അപ്രോച്ച് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനോട് നടത്താം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ ഓരോ സ്കൂൾ ലെവലിലും നമുക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അതൊക്കെയാണ് എന്ത് വരുന്നത്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ കരിക്കുലം എന്നുള്ള ആ ഒരു പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗോൾസ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആണ്. യുനെസ്കോയുടെ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ടു ഷോ ഹൗ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കോളജിക്കൽ സിസ്റ്റംസ് ആർ ഇൻ്റർ കണക്റ്റഡ് ഗ്ലോബലി എന്നുള്ളതാണ്. അത് മെയിൻലി എംഫസൈസ് ചെയ്യുന്നത് ഡിസിഷൻ ഇൻ വൺ കൺട്രി അഫക്റ്റ് അതർ, പ്രൊമോട്ട് ഇൻ്റർനാഷണൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സോളിഡാരിറ്റീസ്, എയിംസ് ടു ക്രിയേറ്റ് ന്യൂ ഗ്ലോബൽ ഓർഡർ ഫോക്കസ്ഡ് ഓൺ എൻവയോൺമെൻറ്റൽ ഇംപ്രൂവ്മെൻറ്റ്. മെയിൻ എയിം നമ്മൾ ലോക്കൽ ലെവലുകളിലെ മെയിൻ എയിം നോക്കുക, ഇതൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എയിംസുകളാണ് അല്ലേ. ഇനി ലോക്കൽ ലെവലിലുള്ള മെയിൻ എയിം നോക്കുകയാണെങ്കിൽ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസിനെയും അതുപോലെ കമ്മ്യൂണിറ്റീനെയൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദ കോംപ്ലക്സ് നേച്ചർ ഓഫ് natural and built environment, encourage active participation in solving social and environmental problems and managing environmental quality responsibly. ലോക്കൽ ലെവലിൽ മെയിനായിട്ട് എന്താണ് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിനൊക്കെയാണ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ലോക്കൽ ലെവലിലുള്ള ഗോൾ. ഓക്കെ, കുറച്ചധികം എയിംസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളൊരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എയിംസ് ടു foster global responsibility, build local understanding and action, develop skills and values for sustainable living, connect science, society and ethics. It's not just education, it's a path to a better future. ഇത് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ്സേ റൈറ്റിങ്സിൽ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആണ്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എയിം ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ ഫോർമലി ആൻഡ് ഇൻഫോർമലി. എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്? അത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡെവലപ്പ് അവയർനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി ടു ദ എൻവയോൺമെൻറ്റ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, അക്വയർ നോളജ് ആൻഡ് എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അണ്ടർസ്റ്റാൻഡ് എൻവയോൺമെൻറ്റൽ സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് ഇൻ്റർഡിപെൻഡൻസ്, develop skills to identify and solve environmental problems, build attitudes and values that reflect concern and motivation to protect the environment, encourage participation at all levels to work towards solutions, evaluate environmental issues considering ecological, economic, cultural and social dimension, application of all educational levels, apply to school, college, communities and lifelong learning platform. Environmental education objectives covers both understanding and action. It aims to create environmentally responsible individual, prepare learners to actively protect, conserve and improve the environment. മെയിൻലി എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ എയിമിൽ വരുന്നത് എന്താ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് അവയർനെസ്, പിന്നെ നോളജ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എന്താണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യുക, ഇല്ലാണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ എല്ലാ സ്കൂൾ ലെവലിലും എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യുക, എൻവയോൺമെൻറ്റുമായിട്ട് കൂടുതൽ ഒന്നുകൂടെ കണക്റ്റ് ആക്കുക എന്നുള്ളതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓരോ ലെവലിലും ഉള്ള ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് ടാബുലാർ കോളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൈമറി എഡ്യൂക്കേഷനിൽ എന്താ, ചെറിയ കുട്ടികൾക്ക് നമ്മളെന്താ ഭയങ്കര ഹൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അവർക്ക് ബേസിക് ആയിട്ടുള്ള അവയർനെസ്, പേഴ്സണൽ ഹൈജീൻ, അതുപോലെ എന്താ
ചപ്പുചവറുകളൊന്നും പുറത്തോട്ട് വലിച്ചെറിയരുത്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അവയർനെസ്സാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അല്ലേ. അവയർനെസ് ആൻഡ് നോളജ് എന്നുള്ളതാണ് പ്രൈമറി എഡ്യൂക്കേഷനിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ കൊടുക്കാൻ പറ്റുക. സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിയൽ ലൈഫുമായിട്ട് റെലവൻസ് അതുപോലെ കൺസർവേഷൻ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ലെവലിലാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലേ. കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലോട്ട് പോയി. ഓക്കെ, ഇനി ഓൾ ലെവൽസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇവാലുവേഷൻ എല്ലാ ലെവൽസിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ മെയിൻലി ഓരോ ലെവലിലും ആ ഒരു ലെവലിൽ പഠിക്കുന്ന കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളാണ് കൊടുക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, എന്താണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ നീഡ്സ്? എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണോ? അല്ല അല്ലേ, അത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താ, നമ്മൾ ഈ നിൽക്കുന്ന സറൗണ്ടിങ്സിനെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി പ്ലാനറ്റിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എന്താണ്, ആസ് എ ഹ്യൂമൻ ബീയിങ് ലിവിങ് ഇൻ ദി സിസ്റ്റം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാം, it help individual and community and nation to recognize the environmental crisis, build knowledge, skills and values, take action towards sustainable future. Environmental education raises awareness about global challenges, cultivate concerns for the environment and its impact on our lives, provide essential knowledge about ecosystem, biodiversity and sustainability, equips individual with the practical skills to address environmental issues, motivate responsible actions for a healthier and more sustainable world, foster understanding of how our actions affect the planet. ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ നീഡ്സ് ആയിട്ട് വരുന്നത്. മെയിൻലി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ട് ആളുകളെ ബോധേഡാക്കുക, അല്ലെങ്കിൽ എന്താ അവർക്ക് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ നീഡ്സ്. ഇനി എന്താണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അനദർ സബ്ജക്റ്റ്, ഇറ്റ് ഈസ് ഫൗണ്ടേഷൻ ഫോർ എ ബെറ്റർ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് വേൾഡ്. Environmental education supports self-fulfillment and social development, teaches ecological balance and food chain, highlight how nature supports livelihoods and culture, inspire love for nature and society, build concern for future environmental change, raises awareness of population, pollution and global warming. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്കോപ്പ് മെയിൻലി നമ്മൾ 4 കമ്പോണൻറ്റിൻ്റെ അണ്ടറിലാണ് സ്കോപ്പിനെ നമ്മൾ സ്റ്റഡി ചെയ്യാറുള്ളത്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ സ്കോപ്പിൽ മെയിൻ വരുന്നതാണ് അവയർനെസ് അല്ല, റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഈ 4 മെയിൻ സ്കോപ്പുകളാണുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഇൻഡിവിജ്വലിനെ എന്താക്കുകയാണ് ചെയ്യുന്നത്, ഫിസിക്കൽ ബയോളജിക്കൽ കൾച്ചറൽ ആസ്പെക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് കോൺഷ്യസ് ആക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഷനിൽ നടത്തുന്നത്. ഓക്കെ, ദിസ് സെഗ്മെൻറ്റ് ഫോക്കസസ് ഓൺ മേക്കിംഗ് ഇൻഡിവിജ്വൽ കോൺഷ്യസ് അബൌട്ട് ഓർ അവെയർ ഓഫ് ഫിസിക്കൽ ബയോളജിക്കൽ കൾച്ചറൽ ആസ്പെക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് കണക്റ്റഡ് ടു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. എയർ, ലാൻഡ്, വാട്ടർ, ഫ്ലോറ, ഫോണ, സൺലൈറ്റ്, അതൊക്കെ നമ്മുടെ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റമാണല്ലേ. അതായത് നമുക്ക് ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള രീതിക്ക് ഉണ്ടെങ്കിൽ, അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലൈഫ് പോസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കോൺഷ്യസ് ആക്കുക, അതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അവയർനെസ് എന്നുള്ള ആ ഒരു പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷനാണ്. അവയർനെസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണക്ട് എൻവയോൺമെൻറ്റൽ ലേണിംഗ് ടു എവറിഡേ ലൈഫ്, എൻകറേജ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആർ ലൊക്കേഷൻ സ്പെസിഫിക്, സൊല്യൂഷൻ വേരീസ് ബേസ്ഡ് ഓൺ ലോക്കൽ നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്. അതായത് നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ പ്ലേസിനനുസരിച്ചും ആ ഒരു പ്ലേസിലെ
സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും അല്ലേ, ആ ഒരു പ്ലേസിലെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആർ ലൊക്കേഷൻ സ്പെസിഫിക് എന്ന് പറയാം. അതിനുള്ള സൊല്യൂഷനും അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഓരോന്നിനും ഓരോ ടൈപ്പ് സൊല്യൂഷൻ ആയിരിക്കും. അതായത് ലോക്കൽ നീഡ്സിനും അതുപോലെ ലോക്കൽ പ്രയോറിറ്റിക്കും അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സൊല്യൂഷൻസ് ഒരൊറ്റ സൊല്യൂഷൻ തന്നെ എല്ലാ പാർട്ടിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതെന്താണ്, പ്രോബ്ലം സ്പെസിഫിക് ആയിട്ടാണ് സൊല്യൂഷൻസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് കൺസർവേഷനാണ്. കൺസർവേഷൻ്റെ അണ്ടറിൽ എന്താണ്, ഫസ്റ്റ് നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കും, പിന്നെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മളത് അപ്ലൈ ചെയ്യും. പിന്നെ വരുന്നത് കൺസർവേഷനാണ്. പ്രൊമോട്ട് വൈസ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഫോക്കസ് ഓൺ പ്രിസർവേഷൻ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, എൻകറേജ് റെസ്പോൺസിബിൾ യൂസ് നോട്ട് എക്സ്പ്ലോയിറ്റേഷൻ. കൺസർവേഷൻ്റെ ആ ഒരു രീതിയിലെത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇലാബറേറ്റ് ആയില്ലേ, നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് ഇനി വരാനുള്ള ഫ്യൂച്ചർ ജനറേഷനും ഉപയോഗിക്കണം എന്നുള്ള രീതിക്ക് നമുക്കൊരു കൺസേൺ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് നമുക്ക് അവയർനെസ് ഉണ്ടാവും, പിന്നെ നമ്മളത് റിയൽ ലൈഫ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കും, പിന്നെ നമ്മൾ കൺസർവേഷൻ എന്നുള്ള ആ ഒരു ലെവലിലോട്ട് നമ്മുടെ മൈൻഡ് എത്തും അല്ലേ. അതായത് എന്താ, ഏതെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്യുമ്പോഴൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട, എനിക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുത്താൽ മതി, ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മുടെ മൈൻഡ് നമ്മൾ അറിയാണ്ട് തന്നെ ആവും അല്ലേ. ഫോർത്ത് വൺ വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. ദിസ് പ്രോസസ് എയിംസ് അറ്റ് സെൻസിബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ ഡെവലപ്മെൻറ്റ്. റിസോഴ്സസ് ആർ ലിമിറ്റഡ്, യൂസേജ് മസ്റ്റ് ബി ബാലൻസ്ഡ്, ഇൻ്റലിജൻസ് ആൻഡ് റെസ്പോൺസിബിൾ. ഗോൾ എന്ന് പറഞ്ഞാൽ മീറ്റ് പ്രസൻറ്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ ജനറേഷൻ. മെയിൻലി നമുക്ക് വീണ്ടും വേണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഹോൾ എൻവയോൺമെൻറ്റ്, ഫോക്കസ് ഓൺ കറൻറ്റ് ചലഞ്ച്, ലൈഫ് ലോങ് പ്രോസസ്സ്, ഇതൊക്കെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ഫോക്കൽ ഏരിയാസിൻ്റെ സ്കോപ്പിൻ്റെ അണ്ടറിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അല്ലേ, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരൊറ്റ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് അല്ലേ. പിന്നെ അതൊരു ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു സംഭവമാണ് അല്ലേ. ഒരു എക്സ്പ്ലോർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഫ്രം ലോക്കൽ ടു ഇൻ്റർനാഷണൽ വ്യൂ പോയിൻറ്റ്സ്. കൊളാബറേഷൻ അക്രോസ് ബോർഡേഴ്സ് ഉണ്ട് അല്ലേ. മെയിൻലി എങ്ങനെയാണ് കൊളാബറേഷൻ അക്രോസ് ബോർഡേഴ്സ് നടക്കുന്നത്? പ്രൊമോട്ട് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻ പ്രിവെൻഷൻ ആൻഡ് സൊല്യൂഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. Ensure that environmental aspects have a place in plans for development and growth. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ്, നമ്മളിങ്ങനെയുള്ള പ്രോബ്ലംസിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് അതിനൊക്കെ സൊല്യൂഷൻസൊക്കെ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് പവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമ്മറി ബേസിസിൽ നോക്കുകയാണെങ്കിൽ സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, ഇൻക്ലൂസീവാണ്, ലൈഫ് ലോങ് ആണ് അല്ലേ. കണക്ട് നോളജ് ടു ആക്ഷൻ, ബിൽഡ് ലോക്കൽ ടു ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റീസ്, എംപവർ ലേണർ ടു തിങ്ക്, ഫീൽ ആൻഡ് ആക്ട് ഫോർ എ ബെറ്റർ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 പാർട്ടുകളിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.